ഷാഫി പറമ്പിലിനെതിരെ വിമർശനത്തിന് പിന്നാലെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് KPCC സംസ്കാര സാഹിതി ജനറൽ സെക്രട്ടറി MA ഷഹനാസിനെ പുറത്താക്കി. കോഴിക്കോട്ടെ സംസ്കാര സാഹിതിയുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിന്ന് ആണ് പുറത്താക്കിയത്. പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചു നിൽക്കുന്നെന്നും രാഹുലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഷാഫിക്ക് അറിയാമെന്നും MA ഷഹനാസ് 24നോട് പറഞ്ഞു. എഴുത്തുകാരിയും KPCCയുടെ സാംസ്കാരിക സാഹിതിയുടെ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള ഷഹനാസ് ഇന്നലെയായിരുന്നു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും ഒപ്പം തന്നെ ഈ കാര്യങ്ങൾ മുൻപ് ഷാഫി പറമ്പിൽ MP പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇന്നലെ പിന്നീട് മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു. കൂടുതൽ കാര്യങ്ങൾ ഇന്നലെ ഷഹനാസ് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ആ വാർത്തയിൽ എന്താണ് അപ്ഡേഷൻ, അല്ലെങ്കിൽ ആ വാർത്തയിൽ കുറെ കൂടി അതിനെ തുടർന്ന്, ആ വെളിപ്പെടുത്തലിനെ തുടർന്ന് കുറേ അധികം സംഭവങ്ങൾ നടന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പം ഏറ്റവും ഒടുവിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. ഏത് വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് പുറത്താക്കിയിട്ടുള്ളത്? ഞാൻ സ്റ്റേറ്റ് ഭാരവാഹിയാണ്, സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. പക്ഷേ ആ സ്റ്റേറ്റിൻ്റെ ഗ്രൂപ്പിൽ നിന്ന്, ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിന്ന് എന്നെ റിമൂവ് ചെയ്തിട്ടൊന്നുമില്ല. ഞങ്ങളുടെ ചെയർമാൻ CR മഹേഷ് MLA ആണ്. എപ്പോഴും സ്ത്രീകൾക്കും സാധാരണക്കാർക്കൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹം എന്നെ വിളിച്ച് താക്കീതൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ കോഴിക്കോട് ജില്ലയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള കാരണം അത് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ കാലങ്ങളായിട്ട് എന്നോട് പുലർത്തി പോരുന്ന ഒരു വ്യക്തിവിരോധമുണ്ട്. അത് പല സമയത്തും എനിക്കത് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സംസ്കാര സാഹിതിയുടെ തന്നെ ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് DCC ഓഫീസിൽ നിരന്തരം പോകേണ്ടി വരുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ചെയർമാനായിട്ടുള്ള ആളുകളൊക്കെ ഈ DCC പ്രസിഡന്റ് പ്രവീൺ കുമാറിൻ്റെ ആളുകളാണ്. പരസ്യമായിട്ട് നമ്മളെ തന്തയ്ക്ക് വിളിക്കുന്നത് പോലെ വരെ സംസാരിച്ചിട്ട് ഞാൻ പരാതി DCC ഓഫീസിലടക്കം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇന്നലെ ഈ വെളിപ്പെടുത്തൽ വന്നതിന് ശേഷം കോൺഗ്രസിലെ ഏതെങ്കിലും നേതാക്കളെ ബന്ധപ്പെടുകയോ ഈ പോസ്റ്റ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ ഇത് ശരിയായില്ല, ഈ പോസ്റ്റ് ഇട്ടത് ശരിയായില്ല എന്നോ മറ്റോ ആരെങ്കിലും പറയുകയോ എന്തെങ്കിലും ഉണ്ടായോ? ഇല്ല, നേതാക്കന്മാരൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. അണികളാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് നേരത്തെ പറയേണ്ടതായിരുന്നു. പിന്നെ അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയ സമയത്ത് ഞാൻ ആശംസാ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കൊണ്ടുവന്നിട്ട് അതൊക്കെ ഞാൻ ഇട്ടതാണ്. ഞാൻ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ പാർട്ടിക്കകത്ത് ഞാൻ പറഞ്ഞ പരാതിക്കപ്പുറം പാർട്ടിക്ക് പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ, അന്യായമായി അറസ്റ്റ് ചെയ്തു എന്ന് തോന്നിയപ്പം അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. അത് രാഹുൽ മാങ്കൂട്ടല്ല, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആകുമ്പോൾ നമ്മൾ അതിനെതിരെ പ്രതികരിക്കും. അത് ഞാൻ പാർട്ടിക്കകത്ത് നിൽക്കുമ്പോൾ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അതൊക്കെ കുത്തിപ്പൊക്കി വന്നിട്ടും പിന്നെ മെസ്സഞ്ചറിൽ വന്നിട്ട് കൊല്ലുമെന്നൊക്കെയുള്ള ഭീഷണിയൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണല്ലോ നമ്മൾ ഇത് പറയാൻ വന്നത്. അതായത് സമ്മർദ്ദങ്ങളുണ്ട്, ഈ പോസ്റ്റ് പിൻവലിക്കാൻ പല ഭാഗത്തുനിന്ന് സമ്മർദ്ദങ്ങളുണ്ട്. അതുണ്ട്. പോസ്റ്റ് ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ട്, പേര് ഞാൻ പറയില്ല, കോഴിക്കോട് ജില്ലയിലുള്ള നേതാക്കന്മാർ എന്നെ വിളിച്ചിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഒരു സ്ത്രീ ആയതുകൊണ്ട്, സ്ത്രീകളെ അങ്ങേ അറ്റം ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായതുകൊണ്ട്, അതായത് ഒരു 23 വയസ്സുള്ള ഒരു പെൺകുട്ടി കഴിഞ്ഞ ദിവസം പരാതി നൽകിയപ്പോഴാണ് സത്യത്തിൽ ഞാൻ പ്രതികരിക്കണമെന്ന് എനിക്ക് തോന്നിയത്. കാരണം അതിനൊക്കെ ഒരു കാരണക്കാരൻ കൂടി ശ്രീ ഷാഫി പറമ്പിൽ MP ആവുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ്. കാരണം ഇതൊന്നും അദ്ദേഹത്തിന് അറിയാതെയില്ല എന്നുള്ള തോന്നൽ കൊണ്ട് തന്നെയാണ് ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. താങ്കളുടെ വെളിപ്പെടുത്തൽ ഏറ്റവും കൂടുതൽ ഗുരുതരമായിട്ട് എല്ലാവരും നോക്കിക്കാണുന്നത് ഈ വിഷയങ്ങളൊക്കെ തന്നെ നേരത്തെ ഷാഫി പറമ്പിൽ MPക്ക് അറിയാമായിരുന്നു എന്നുള്ളതാണ്. അതായത് തുടക്കം മുതൽ തന്നെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ പറയുന്നത് ഞങ്ങൾക്ക് മുമ്പിൽ അങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല എന്ന് ഇന്നലെ താങ്കൾ പറയുകയും ചെയ്തു. അതായത് നിരവധി പെൺകുട്ടികൾ ഇന്നലെ പരാതി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. ആ വാദത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെത് ഞാൻ പരാതിയായിട്ടല്ല കൊടുത്തത്. ഞാൻ കൊടുത്ത പരാതികളൊന്നും അങ്ങനെ പാർട്ടിക്കകത്ത് പരിഗണിക്കപ്പെടാറില്ല. പിന്നെ നമ്മളെ ഒറ്റപ്പെടുത്തുകയും മോശമാക്കി പറയുകയും ചെയ്യുന്ന പ്രവണത ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഞാൻ പരാതിയായിട്ടല്ല കൊടുത്തത്. ഞാൻ മെസ്സേജ് അയച്ച് പറയുകയാണ് ചെയ്തത്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അതിന് നീതി ലഭിച്ചിട്ടില്ല. പക്ഷേ അത് ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് സ്ത്രീകൾ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോഴും പാർട്ടിക്കകത്തുള്ള സ്ത്രീകൾ പരാതി നൽകിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടായ ആളുകളെ എനിക്കറിയാം. അപ്പോൾ അവർ പരാതി നൽകിയിട്ടുണ്ട്. ഇപ്പോഴും ഈ സൈബർ മീഡിയയിലുള്ള അറ്റാക്ക് അടക്കം പേടിച്ചിട്ട് മിണ്ടാതിരിക്കുന്ന സ്ത്രീകളുണ്ട്. ഇപ്പം ഈ നടന്നിട്ടുള്ള ഈ ഫേസ്ബുക്ക് പോസ്റ്റ്, ഇപ്പം മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള ഈ വെളിപ്പെടുത്തൽ ഒക്കെ ഏത് രീതിയിലായിരിക്കും ഇനി ഫലിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും നിങ്ങളെ അത് വേട്ടയാടാൻ പോകുന്നത് എന്നോ, അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും ഇതിനെ ഇനി സമൂഹം നോക്കി അല്ലെങ്കിൽ പാർട്ടി നോക്കി കാണാൻ പോകുന്നതിനെ പറ്റി ഒരു മുൻധാരണയുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇനിയുള്ള ഭാവി എന്നുള്ളതിനെ പറ്റി?
ഒരുപാട് കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ എനിക്ക് നല്ല രീതിയിൽ മെസ്സേജ് അയച്ചു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഇന്നലെ ആ പോസ്റ്റ് ഇട്ടതിന് ശേഷം എനിക്ക് അഭിമാനമുണ്ടാക്കുന്ന ഒരവസ്ഥയുണ്ടായത്. കാരണം ഇവരൊക്കെ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഷഹനാസ് പറഞ്ഞത് നന്നായി എന്ന് പറഞ്ഞു വന്ന ബാക്കിയുള്ള ആളുകളല്ല, ബാക്കി പ്രസ്ഥാനത്തിൻ്റെ ആളുകളൊക്കെ ചിലപ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പിനായിട്ടായിരിക്കും പറയുന്നതെന്ന് നമുക്ക് വിചാരിക്കാം. കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള യൂത്തിലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ വന്നിട്ട് നന്നായിട്ടുണ്ട് ഷഹനാസ്, നിങ്ങളുടെ ധൈര്യത്തിന് തൻ്റെ ഇടത്തിന് സ്ത്രീകൾക്കൊപ്പം നിന്നതിന് നല്ല അഭിപ്രായം പറഞ്ഞ ആളുകളാണ് എൻ്റെ ഇന്നത്തെ സന്തോഷം എന്ന് പറയുന്നത്. പിന്നെ മറ്റൊന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നഷ്ടപ്പെടുമെന്ന് പേടിച്ചിട്ട് മിണ്ടാതിരിക്കുന്ന ഒരു സ്ത്രീയല്ല ഞാൻ കാലങ്ങളായിട്ട് സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്ന ഒരാളാണ്. അതിന് എന്ത് നഷ്ടപ്പെട്ടാലും അതിന് ഒന്നും ഞാൻ കോംപ്രമൈസ് ചെയ്യില്ല. അത് എന്തെങ്കിലും പദവിയാവട്ടെ. പിന്നെ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ നിൽക്കാൻ പദവികളുടെ ആവശ്യമൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കതിൽ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് ആ രാഷ്ട്രീയം പറയണമെങ്കിൽ എൻ്റെ കയ്യിൽ ശക്തമായ ഒരു ആയുധമുണ്ട്, എഴുത്തെന്ന് പറയുന്നത്. അത് എഴുതിയിട്ട് മുന്നോട്ട് പോകാൻ എനിക്ക് ആരുടെയും അനുമതി ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള നടപടികളെക്കുറിച്ചൊന്നും പേടിയില്ല. പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണെങ്കിലും എനിക്ക് അത്തരത്തിൽ പേടിയില്ല. പിന്നെ അങ്ങനെ വി ഡി സതീശൻ MLA-യും ശ്രീ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന നമ്മുടെ MLA-യും ഒക്കെ സ്ത്രീകളുടെ പരാതിയെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് ഈ വിഷയത്തിൽ വളരെ ശക്തമായിട്ട് സ്ത്രീകൾക്കൊപ്പം നിന്നിട്ടുള്ള ഒരു രണ്ട് നേതാക്കന്മാരല്ല, കുറച്ച് നേതാക്കന്മാരൊക്കെ ഉണ്ട്. കുറേ പേര് അദ്ദേഹത്തിൻ്റെ കൂടെ ആണെങ്കിലും. അപ്പം അതുകൊണ്ട് എനിക്ക് ഒരു നടപടി ഉണ്ടാകുമെന്ന് തോന്നലൊന്നുമില്ല. ഉണ്ടായാലും അതെനിക്ക് വിഷയവുമല്ല. എന്തായാലും ഷഹനാസിന്റെ നിലപാട് വ്യക്തമാക്കുകയാണ്. എന്തായാലും പോസ്റ്റ് പിൻവലിക്കാൻ പല ഭാഗത്തു നിന്നും വലിയ സമ്മർദ്ദങ്ങളുണ്ട്. പക്ഷേ നിലവിൽ എന്തായാലും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. പാർട്ടിയിൽ സ്ഥാനമാനങ്ങളല്ല, മറിച്ച് തൻ്റെ കയ്യിലുള്ള എഴുത്ത് അത് വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും എന്ന നിലപാടാണ് ഷഹനാസ് പങ്കുവെക്കുന്നത്. അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം ഷഹദ് റഹ്മാൻ, 24 കോഴിക്കോട്. ഇന്നലെയായിരുന്നു എം എ ഷഹനാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതിന് തുടർ ചർച്ചകൾ ഉണ്ടാവുന്നുണ്ട്. ഷഹദുമായി വളരെ ഡീറ്റെയിൽ ആയി സംസാരിക്കുകയായിരുന്നു ഷഹനാസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.